ഇവിടെ ഇപ്പോൾ ശ്രീ അബ്ദുൾ അസീസ് പറഞ്ഞത് കേട്ടല്ലോ, ഒരു ഭരണവിരുദ്ധ തരംഗവും ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ക്ഷീണം സംഭവിക്കേണ്ട ഒന്ന് സ്വരാജ് മാത്രമല്ല, ഒരളവ് വരെ അൻവറുമായിരുന്നിരിക്കണം എന്നുമാണ് ശ്രീ അസീസിന്റെ വിലയിരുത്തൽ. അതിനുള്ള മറുപടി ആദ്യം. അല്ല, ആദ്യമായി ശ്രീ അസീസ് ഇവിടെ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം 6000 വോട്ടിൻ്റെ വ്യത്യാസമൊക്കെ പറയുന്നത് കണ്ടു. ഏത് കണക്ക് പ്രകാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശ്രീ വേണു, ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ വെറുതെ ശങ്കരാടി മറ്റേ സന്ദേശം സിനിമയിൽ പറഞ്ഞ തിസീസ് അവതരിപ്പിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. 8 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 7 പഞ്ചായത്തും 8 മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 8 മേഖലയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 5 ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ഇടതുപക്ഷത്തിനായിരുന്നല്ലോ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ്. നമ്മുടെ മുമ്പിൽ കണക്കുകളുണ്ട്. എന്നാൽ ഇപ്പോൾ കരുളായി പഞ്ചായത്തിലെ 100-ൽ പരം വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ ഈ LDFന് സാധ്യമാകാത്ത വിധം UDF അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലല്ല എന്ന് നിങ്ങൾ പറയേണ്ടിയിരുന്നത് എപ്പോഴായിരുന്നു? തിരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. തിരഞ്ഞെടുപ്പ് മുമ്പ് എല്ലാ ചർച്ചകളും ശ്രീ വേണു, നിങ്ങൾ ആങ്കറായ ചർച്ചകൾ ഉൾപ്പെടെ CPMന്റെ പ്രതികൾ പറഞ്ഞ എന്താണ്? ഇത് സർക്കാരിന് വിലയിരുത്തലാണ്, ഞങ്ങൾ രാഷ്ട്രീയമായ പോരാട്ടത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആരംഭിച്ച പോരാട്ടമാണ്. ഞങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഞങ്ങളിവിടെ ഉന്നയിച്ച വിഷയങ്ങൾ, ആശാ വർക്കർമാരുടെ പ്രശ്നം ഞങ്ങൾ ഉന്നയിച്ചു, ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു, PSC നിയമനങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു, വിലക്കയറ്റം, അങ്ങനെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്തത്. നോക്കൂ, നിങ്ങൾ അമരമ്പലം പഞ്ചായത്ത് പോലത്തെ ഒരു പഞ്ചായത്തിൽ അവിടെ എനിക്ക് ചാർജ് ഉണ്ടായിരുന്നത് 1500 വോട്ടിന് ഭൂരിപക്ഷത്തിൽ CPMന് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തിനകത്ത്. അൻവറിനെ വിട്ടേക്ക്, അവിടെ പഞ്ചായത്ത് ഭരണം CPMന്റെ കയ്യിലാണ്, മുനിസിപ്പാലിറ്റി ഭരണം CPMന്റെ കയ്യിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കോ, അൻവർ ഒരു സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണെന്ന് തീസിസൊക്കെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അതൊക്കെ മാറ്റി നിർത്തിയാലും CPM അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിച്ച് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി, പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത്, അതുപോലെ തന്നെ കരുള. ഈ മേഖലയൊക്കെ നിങ്ങൾ പരിശോധിക്കുക, എല്ലാ മേഖലകളിലും UDFന്റെ വലിയ തോതിലുള്ള കുതിച്ചുകയറ്റമാണ് ഉണ്ടായത്. അതിനാണ് ശ്രീ അബ്ദുൾ അസീസ് LDF പ്രതിനിധി എന്ന നിലയിൽ ഇവിടെ നിന്ന് പറയുന്നത്, MV ഗോവിന്ദൻ പറയുന്നത്, വിജയരാഘവൻ പറയുന്നത്, സ്വരാജ് പറയുന്നത് ഒക്കെ ഒരേ വാചകമാണ്. അവിടെ ഈ വർഗീയ ശക്തികളുമെല്ലാമായി കൂട്ടുചേർന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വിജയം എന്ന്. സ്വരാജ് പറഞ്ഞൊരു പ്രയോഗം കേട്ടില്ലേ, ജനങ്ങൾക്ക് എന്തെങ്കിലും വ്യാമോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തും യഥാർത്ഥ സ്ഥിതി എന്ത് എന്നത്, അല്ലാതെ ഭരണവിരുദ്ധ തരംഗം എന്നതിൻ്റെ വിലയിരുത്തലല്ല തൻ്റെ പരാജയം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല വേണു, ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ലോ. തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിച്ചപ്പോൾ ഇതന്നല്ല അവർ പറഞ്ഞത്. പുതുപ്പള്ളിയിൽ 3 ഇരട്ടി ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കുമ്പോഴും ഇവർ പറഞ്ഞത് ഭരണവിരുദ്ധ തരംഗമില്ല എന്നാണ്. പാലക്കാട് 4 ഇരട്ടി ഭൂരിപക്ഷത്തിൽ ശ്രീ രാഹുൽ മാങ്കുടത്തിൽ ജയിക്കുമ്പോഴും ഇവർ തന്നെയാണ് പറഞ്ഞത്. ചേലക്കരയിൽ 4 ഇരട്ടിയിൽ നിന്ന് 4-ൽ നിന്ന് 1-ലേക്ക്, അതായത് 40,000-ൽ നിന്ന് 10,000-ത്തിനടുത്തേക്ക് ഭൂരിപക്ഷം അവരത് കുറച്ച് വന്നപ്പോഴും അവരിതാ പറഞ്ഞത്. എൻ്റെ ഏകെയുള്ളൊരു സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് ഇവരിപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. 2026 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഭരണവിരുദ്ധ തരംഗമില്ല എന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ ഭരണകൂടം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. വേണോ ചെയ്ത് അവരെ തിരുത്തരുത്, അവർ അങ്ങനെ തന്നെ പോകട്ടെ. അങ്ങനെ പോകുന്നതാണ് 2026 അവരുടെ അന്ത്യം കുറിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ അന്ത്യത്തിൻ്റെ ആദ്യത്തെ ആണിക്കല്ലാണ് നിലമ്പൂരിൽ അടിച്ചത്. അവർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അത് മനസ്സിലാക്കാൻ അബ്ദുൾ അസീസിനെ പോലുള്ള അവരുടെ നേതാക്കന്മാർക്ക്, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർക്ക് സാധ്യമായില്ലെങ്കിൽ ദയവ് ചെയ്ത് വേണു അത് അവരെ ഓർമ്മപ്പെടുത്തരുത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ശ്രീ നവാസ്, ഈ അൻവർ പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കാര്യമായി അൻവർ പിടിച്ചത്, ഒരു സെക്കൻഡ് നവാസ്, അൻവർ ഏറ്റവും കാര്യമായി പിടിച്ചത് ഇടതു വോട്ടുകളാണ് എന്ന്. അങ്ങനെ തന്നെയാണോ നിങ്ങളുടെയും വിലയിരുത്തൽ? അല്ല, അത് കണക്കുകൾ വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്താ അതിൽ സംശയമുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അമരമ്പലം പഞ്ചായത്ത് 1492 വോട്ടിന് കഴിഞ്ഞ തവണ അൻവർ മുന്നിട്ട് നേടുത്ത്, ഇത്തവണ UDF 704 വോട്ടിന് മുന്നിലേക്ക് വരികയാണ്. അവിടെ ആരെ വോട്ടാ ചോർന്നു പോയത് പരിശോധിക്കപ്പെടണ്ടേ? കരുളായി പഞ്ചായത്തിൽ 1446 വോട്ട് അൻവർ മുന്നിട്ടെടുത്ത് അവിടെ 118 വോട്ടായി ചുരുങ്ങുകയാണ്. അപ്പൊ എവിടെയാ വോട്ട് ചോർന്നു പോയത്? ശരി. പക്ഷേ ശ്രീ നവാസ്, ഇപ്പോൾ അങ്ങയുടെ നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണക്കുകളുമായി ബന്ധപ്പെട്ട് അവസാന റൗണ്ടിൽ പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അൻവർ പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും LDFൻ്റേതാകും. അങ്ങനെ വരുമ്പോൾ അത്രയും മികച്ച ഭൂരിപക്ഷത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്തിൻ്റെ വോട്ട് ഉയരുമെന്നാണ്. പക്ഷെ അങ്ങനെ കണ്ടില്ല. ഒരു തിരഞ്ഞെടുപ്പിനകത്ത്, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനകത്ത് കേവലം 1.25 ലക്ഷം ജനങ്ങൾ വോട്ട് ചെയ്യുന്നിടത്ത് ഒരു ത്രികോണ മത്സരം സാധ്യമായൊരിടത്ത് 10,000-ൽ പരം വോട്ട് കുറവായിട്ടാണോ വേണുവിന് തോന്നുന്നത്? എനിക്ക് വേണുവിന്റെ കാൽക്കുലേഷൻ മനസ്സിലാവില്ല. ഒരു ഘട്ടത്തിൽ ഒരു സെക്കൻഡ് 12,000 മുതൽ 15,000 വരെ എന്ന കണക്കുകൾ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറയുന്നു. അതിനു മുമ്പ് വേണമെങ്കിൽ 20,000 വരെ എത്താമെന്ന് പറയുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ
അൻവർ CPM-ന്റെ വോട്ട് പിടിക്കും, LDF-ന്റെ വോട്ട് പിടിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉറപ്പായിരിക്കുന്ന ഭൂരിപക്ഷത്തെക്കാൾ ഒരു കൂറ്റൻ ഭൂരിപക്ഷം എന്ന രൂപത്തിലാണ് അന്ന് പ്രതികരിച്ചത്. അല്ല, ഞങ്ങൾ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഴുവൻ മന്ത്രിമാരും ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്ത് ഞങ്ങളുടെ സർക്കാർ ഏറ്റവും വിജയകരമായ സർക്കാരാണെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ പ്രതിരോധം തീർത്തുകൊണ്ട് നേടിയിട്ടുള്ള ഈ 11,000-ൽ പരം വരുന്ന വോട്ട് അതൊരു കൂറ്റൻ ഭൂരിപക്ഷം തന്നെയാണ് എന്ന് ഞങ്ങൾ വിചാരിക്കാൻ. വേണുവിന് എന്താണ് അങ്ങനെ തോന്നാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതികൂറ്റനായ ഒരു ഭൂരിപക്ഷമാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ തരംഗത്തിന്റെ വോട്ട് എണ്ണുകയാണ് എങ്കിൽ, അങ്ങനെയെങ്കിൽ ഈ സ്വരാജിനെതിരെയുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് 32,000-ന് മുകളിലാണ് എന്നാണ്. ആ കണക്ക് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതല്ല, അതിൽ തർക്കമില്ലല്ലോ. കാരണം സർക്കാർ പറയുകയാണ് ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് തരണം എന്ന് പറഞ്ഞിട്ടല്ലേ സ്വരാജ് മത്സരിച്ചത്. അവർക്ക് കിട്ടാതെ പോകുന്ന വോട്ടുകൾ മുഴുവൻ അവർക്കെതിരാണ്. അതിലെന്താ സംശയമുള്ളത്? ഞങ്ങൾ അതിൽ തന്നെ അൻവർ ഈ പിടിച്ച 20,000 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉറപ്പായും കിട്ടേണ്ട വോട്ടാണ്. നിങ്ങൾക്ക് ഉറപ്പായും കിട്ടേണ്ട വോട്ടായിരുന്നു ഈ അൻവർ പിടിച്ച 20,000. തർക്കമില്ലെന്നേ. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, അൻവർ ഉന്നയിക്കുന്നതും ഞങ്ങൾ ഉന്നയിക്കുന്നതും ഒരേ കോസാണ്. ഒരു സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ വോട്ടുകളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സ്വാഭാവികമായി ഞങ്ങൾക്ക് ലഭിച്ചതും അൻവറിന് ലഭിച്ചതും ഒക്കെ അതാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും പ്രധാനം. ഒരേ കോസുമായി ബന്ധപ്പെട്ട് ഒരേ കോസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അൻവറും നിൽക്കുന്നു, നിങ്ങളും നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിൽ ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ളത് മുന്നണികൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കാണ്. ആ നിങ്ങളുടെ സാധ്യതയുടെ പകിട്ട് കുറയ്ക്കും ഇങ്ങനെ ചിഹ്നഭിന്നമായി ഇത് പോകുന്നത്. ഞാൻ ചോദിക്കുന്ന, അങ്ങ് ഈ പറഞ്ഞതുപോലെ ഈ 20,000 കൂടെ നിങ്ങളുടെ ഭാഗത്തേക്ക് വരേണ്ടതായിരുന്നു. ഇപ്പോൾ ഈ 11,000-ഓളം ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു അഭിമാനത്തോടെ നിങ്ങൾക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അത്രയും ലീഗ് വിയർത്തത് കൊണ്ടല്ലേ? ലീഗ് ഇതിലൊരു അലംഭാവം കാട്ടിയാൽ കൊടുക്കേണ്ടി വരുന്ന വില എന്താകുമായിരുന്നു? അപ്പോൾ അങ്ങനെ ലീഗിന് നിരന്തരം ലീഗിന് ഇങ്ങനെ നിരന്തരം വിയർത്തുകൊണ്ടിരിക്കുക എന്ന പണി മാത്രമല്ലല്ലോ ഉള്ളത്. രാഷ്ട്രീയമായി ഇങ്ങനെ അമിതമായി വിയർക്കാതെ നേടാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. ആ സാധ്യതകളുടെ മേല് ആഞ്ഞു വാതിലടയ്ക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും വീണ്ടും വിചാരം ഉണ്ടാക്കുമോ ഈ ജനവിധി? അല്ല, വേണുവിന്റെ ചോദ്യത്തിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ലീഗ് വിയർത്തു എന്നത് ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ മറ്റാരും വിയർത്തില്ല എന്നൊരു മറുവാദം അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യും. അമരമല പഞ്ചായത്തിലാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഉണ്ട്. ഫുൾ ടൈം 24/7 ഓഫീസ് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്താണ്. അവിടെ UDF ഒറ്റക്കെട്ടായി, 2 പാർട്ടിയായിട്ടല്ല, ഒരു പാർട്ടിയായി ഒരുമിച്ച് ഒരു മെയ്യായാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്. അവിടെ വിയർപ്പൊഴുപ്പിയത് ഞങ്ങൾ ഒരുമിച്ചാണ്. ഒരു കൂട്ടർ കൂടുതലും കുറവൊന്നല്ല, ഒരുമിച്ചാണ് ഞങ്ങൾ വിയർപ്പൊഴുപ്പിയത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ലീഗ് കോൺഗ്രസ് എന്നതല്ല, പിണറായിക്കെതിരെ ഈ ഭരണകൂടത്തിനെതിരെ UDF-ന്റെ വോട്ടുകൾ ഏകോപിച്ച് കൊണ്ടുവരാം. അത് ഞങ്ങൾ 100% വിജയിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഒരാൾ കൂടുതലോ കുറവോ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നതിനെ 100% ഞങ്ങൾ മാറ്റി നിർത്തുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ 100% കമ്മിറ്റ്മെന്റ് കാണിച്ചു. കോൺഗ്രസ് 100% കമ്മിറ്റ്മെന്റ് കാണിച്ചു. മറ്റു മുന്നണികൾ 100% കമ്മിറ്റ്മെന്റ് കാണിച്ചു. അതിലൂടെ ഞങ്ങൾ നേടിയെടുത്തൊരു വിജയം. പിന്നെ നിങ്ങൾ ചോദിച്ചത് അൻവറിന്റെ കാര്യത്തിലാണ്. ഞങ്ങൾ നേരത്തെ തന്നെ ആ വിഷയത്തിൽ പറഞ്ഞല്ലോ, അൻവറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കമന്റുകൾ, അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും ഞങ്ങൾക്ക് പൊളിറ്റിക്കലായി ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചത്. ആ ആത്മവിശ്വാസം ഞങ്ങൾ പ്രൂവ് ചെയ്തല്ലോ. വളരെ കൃത്യമായി 10,000-ൽ പരം വോട്ടിന് ഭൂരിപക്ഷം ഞങ്ങളത് പ്രൂവ് ചെയ്തു. ഞങ്ങൾക്കത് സാധ്യമാണ് എന്ന് കരുതി അൻവറിന്റെ പെട്ടിയിലെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്നല്ല. ഈ ഗവൺമെന്റിനെതിരെയുള്ള എല്ലാ വോട്ടുകളും ശേഖരിക്കപ്പെടണം. അതാണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്, അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, അതാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത്. ഇനിയും സമയമുണ്ട്. അത്തരം പിണറായിക്കെതിരെയുള്ള എല്ലാ ആയുധങ്ങളെയും ഒരുമിച്ച് കൂട്ടാൻ ഞങ്ങൾ ശ്രമിക്കും. പക്ഷേ അത് UDF എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഏതെങ്കിലും തരത്തിലുള്ള അഭിമാനങ്ങളെ ചോദ്യം ചെയ്ത രൂപത്തിലല്ല, ഒരു സൗഹൃദ നിലയ്ക്ക് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നയിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങളുടെ അതിൽ അഭിപ്രായം.